നമുക്കെല്ലാവർക്കുമുണ്ട് ഒരു സൂപ്പർ പവർ. എന്നാൽ പലപ്പോഴും നമ്മളത് ഉപയോഗിക്കാറില്ല. അതാണ് പവർ നാപ്സ്. നമ്മൾ മിക്കവാറും പവർ നാപ്സ് എടുക്കുന്നത് മടിയുടെ ലക്ഷണമായിട്ടാണ് കാണാറുള്ളത്. പവർ നാപ്സ് നമ്മുടെ ലോങ് ടേം ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നു. നമ്മുടെ ടിഷ്യൂസ് റീഗ്രോ ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ശക്തി പ്രാപിക്കാനും തലച്ചോറിന്റെ ഏജിങ് 3 മുതൽ 6 വർഷം വരെ ഡിലേ ചെയ്യുവാനും ഇത് സഹായിക്കുന്നു. അങ്ങനെ നമ്മുടെ തലച്ചോറ് പ്രായമാകുമ്പോൾ ചുരുങ്ങുന്ന പ്രക്രിയ സ്ലോ ഡൗൺ ചെയ്യുന്നു, പതുക്കെയായി മാറുന്നു. പവർ നാപ്സ് എടുക്കുന്നത് പുതിയ ഇൻഫോർമേഷൻസിനെ പ്രോസസ് ചെയ്യുവാനും അതുപോലെ പഴയ മെമ്മറിയെ കൺസോൾഡേറ്റ് ചെയ്യുവാനും സഹായിക്കുന്നുണ്ട്. 5 മുതൽ 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പവർ നാപ്സ് നമ്മുടെ മെന്റൽ പെർഫോമൻസിനെ വർദ്ധിപ്പിക്കുന്നു. അതിൻ്റെ ഗുണങ്ങൾ 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. നമ്മൾ എപ്പോൾ പവർ നാപ്സ് എടുക്കുന്നു, എത്ര നേരം എടുക്കുന്നു എന്നതും പ്രധാനമാണ്. പവർ നാപ്സ് 20 മിനിറ്റിൽ കൂടുതൽ നീളുവാൻ പാടുള്ളതല്ല. അതുപോലെ ഉച്ച കഴിഞ്ഞ് 1 മണിക്കും 4 മണിക്കും ഇടയിലുള്ള പവർ നാപ്സ് ആണ് ഏറ്റവും ഗുണകരം. എന്നാൽ കൂടെ കൂടെ ഉറങ്ങുന്ന സ്വഭാവം നമ്മുടെ രാത്രിയിലെ ഉറക്കം ശരിയാകാത്തതിൻ്റെ ലക്ഷണമായിരിക്കാം. പവർ നാപ്സ് ഒരിക്കലും രാത്രി ഉറക്കത്തിന് പകരമാകില്ല. മധ്യാഹ്നത്തിൽ മിഡ് ഡേയിൽ എടുക്കുന്ന പവർ നാപ്പ് സ്ട്രെസ് കുറയ്ക്കുവാനും ഫോക്കസും മെമ്മറിയും ഇംപ്രൂവ് ചെയ്യുവാനും ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുവാനും സഹായകരമാണ്. നമ്മുടെ ബോഡി നാപ്പിങ്ങിനായി കൊച്ചുറക്കം ആവശ്യമായ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണർന്നതിന് 8 മണിക്കൂറിന് ശേഷവും മറ്റും നമ്മൾ ക്ഷീണിതരായി തുടങ്ങുന്നു. ഇതിൻ്റെ പിന്നിലെ കാരണം അഡിനോസിൻ എന്ന കെമിക്കൽ നമ്മുടെ തലച്ചോറിൽ ബിൽഡപ്പ് ആകുന്നതാണ്. എന്നാൽ നമ്മൾ കാപ്പി മറ്റും കുടിക്കുമ്പോൾ അത് അഡിനോസിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുകയും ഇതുമൂലം നമ്മൾ ഉണർന്നിരിക്കുവാനും അലേർട്ട് ആകുവാനും കാരണമാകുന്നു. നമ്മൾ എത്ര സമയം ഉണർന്നിരിക്കുന്നുവോ അത്രയധികം അഡിനോസിൻ ബിൽഡപ്പ് ആകുന്നു. അങ്ങനെ ഉറങ്ങാനുള്ള പ്രഷറും വർദ്ധിക്കുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ബിൽഡപ്പായ അഡിനോസിൻ റീസൈക്കിൾ ചെയ്യപ്പെടുകയും നമ്മൾ വീണ്ടും റിഫ്രഷ്ഡായി ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. പവർ നാപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഉറക്കത്തിൻ്റെ നോർമൽ പാറ്റേണിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ പല സ്ലീപ്പ് സ്റ്റേജസിലൂടെയും കടന്നു പോകുന്നുണ്ട്. പ്രധാനമായും 3 സ്റ്റേജസ് ആണുള്ളത്, ലൈറ്റ് സ്ലീപ്പിൽ നിന്നും ഡീപ്പ് സ്ലീപ്പിലേക്ക്. ഈ സ്റ്റേജുകളിലാണ് ബോഡി റിപ്പയറിങ്ങും മറ്റും നടക്കുന്നത്. ഇതുകൂടാതെ റെം സ്ലീപ്പിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് മിക്കവാറും നമ്മൾ സ്വപ്നങ്ങളും മറ്റും കാണുന്നത്. അങ്ങനെ പല സ്റ്റേജസ് അടങ്ങുന്ന ഉറക്കത്തെ സ്ലീപ്പ് സൈക്കിൾസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ലീപ്പ് സൈക്കിൾ ഏകദേശം 90 മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്നതാണ്. 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങുന്ന വ്യക്തികളിൽ 5 മുതൽ 6 തവണ ഈ സ്ലീപ്പ് സൈക്കിൾസ് ആവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പവർ നാപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് 30 മിനിറ്റിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് ഡീപ്പർ സ്ലീപ്പ് സ്റ്റേജസിലോട്ട് കടക്കുവാനും പിന്നീട് ഉണരുന്നത് പ്രയാസകരമാക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഡീപ്പ് സ്ലീപ്പിൻ്റെ ഇടയിൽ ഉണരുന്നത് നമ്മളെ ക്ഷീണിതരാക്കുകയും ചെയ്യും. എന്നാൽ കൂടുതൽ സമയമുണ്ടെങ്കിൽ 60 മുതൽ 90 മിനിറ്റുകൾ വരെ ഉറങ്ങുന്നത് പവർ നാപ്പിനേക്കാളും കൂടുതൽ റിസ്റ്റോറേറ്റീവ് ആണ്. കാരണം അതൊരു സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആകാൻ സഹായിക്കുന്നു. നമ്മൾ പകലുറക്കം കഴിഞ്ഞുണരുമ്പോൾ ഡിസോറിയൻറ്റഡ് ആയും ക്ഷീണിതരായും തോന്നുന്നത് ഒരുപക്ഷെ ഒരു സ്ലീപ്പ് സൈക്കിൾ പൂർത്തിയാകാത്തതായിരിക്കും. അങ്ങനെയെങ്കിൽ അല്പം കൂടി സമയം നീട്ടി അലാം സെറ്റ് ചെയ്ത് ഉണരാൻ ശ്രമിക്കാം. രാത്രിയിലുള്ള നമ്മുടെ ഉറക്കം ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ ശരിയാകുന്നില്ലെങ്കിൽ പവർ നാപ്സ് ഈ ഉറക്കക്കുറവിനെ അല്പമൊക്കെ നികത്തുവാൻ സഹായിക്കും. പവർ നാപ്പിന് ശേഷം റിഫ്രഷ്ഡായി ശേഷിച്ച ദിവസം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്നാൽ പവർ നാപ്പിനെ രാത്രിയിലുള്ള ഉറക്കത്തിന് പകരമായി കാണരുത്. ഉറക്കം ശരിയാകാത്ത ചില സാഹചര്യങ്ങളിൽ ഇത് സഹായകരമാണെന്ന് മാത്രം. നാസയിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് പൈലറ്റുകൾ 26 മിനിറ്റുകൾ പവർ നാപ്പ് എടുത്തപ്പോൾ അവരുടെ അലേർട്ട്നെസ് 54% ഇംപ്രൂവ് ചെയ്തുവെന്നും ജോബ് പെർഫോമൻസ് 34%
നാപ്പ് ചെയ്യാത്ത പൈലറ്റുകളെ അപേക്ഷിച്ച് വർദ്ധിച്ചുവെന്നുമാണ്. അതുമാത്രമല്ല, പവർ നാപ്സ് ഇടയ്ക്കുള്ള മൈക്രോ സ്ലീപ്സ് ഉറങ്ങിപ്പോകുന്ന അവസ്ഥയെ മാറ്റിയെന്നുമാണ്. അതുകൊണ്ട് നാസ റെക്കമെൻഡ് ചെയ്യുന്നത് 10 മുതൽ 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പവർ നാപ്സ് ആണ്. ടെക് ജയൻസ് ആയ ഗൂഗിളും സാംസങ്ങും മറ്റും പവർ നാപ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നാപ്പ് പോഡ്സ് അവരുടെ ഓഫീസുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്ര ഉപയോഗപ്രദമായ പവർ നാപ്സ് നമുക്കും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. അത് 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് അവൈലബിൾ ആയ സമയത്തിനനുസൃതമായി അതിനെ വേണ്ട വിധം ക്രമീകരിക്കാവുന്നതാണ്. 5 മിനിറ്റേ ഉള്ളൂ എങ്കിലും ആ ഒരു സമയം പവർ നാപ്പിനായി ഉപയോഗിക്കുന്നത് വളരെ ഗുണപ്രദമായിരിക്കും.